മലയാളികൾ ധാരാളമായിട്ട് UK വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അപ്പോൾ ഇവരുടെ എല്ലാം പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എവിടെ അഡ്മിഷൻ എടുക്കും, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അപ്പം പല പുതിയ ഇവിടെ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത മലയാളികൾ പറഞ്ഞു കേട്ടിട്ടാണ് പല ആൾക്കാരും പല ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാം ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മലയാളികൾ തന്നെ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് വീട് വെക്കാറുണ്ട്, വീട് മാറിപ്പോയവരുണ്ട്. അത് ഒരു കൊച്ചിൻ്റെ സ്കൂളിൻ്റെ അഡ്മിഷൻ, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഈ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുക, എങ്ങനെയാണ് ഒരു നല്ല സ്കൂൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ കിട്ടിയപ്പോൾ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണെന്ന് തോന്നി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പോൾ അറിയാം, റീസെൻ്റ്ലി ഒത്തിരി ഇമിഗ്രൻസ് വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം ഇവിടെ വരുന്നത് UK എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര നല്ലതാണ്. കാരണം ഫ്യൂച്ചറിലാണെങ്കിലും യൂണിവേഴ്സിറ്റി ഒക്കെ ഇവിടെ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് എല്ലാവരും പല റീസൺ തൊട്ട് പല കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ബേസിക്കലി ഇപ്പം നമ്മളൊരു നഴ്സറി ലെവലിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ, അഡ്മിഷൻ്റെ കാര്യം തുടങ്ങുവാണെങ്കിൽ, ഒരു ചൈൽഡ് 3 വയസ്സ് കംപ്ലീറ്റ് ചെയ്താൽ എന്നിട്ട് നമുക്ക് 4 വയസ്സ്, അപ്പം ഡിപ്പെൻസ് ബർത്ത് ഇയർ അനുസരിച്ചിരിക്കും. ഇവിടെ എപ്പോഴും സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ സെപ്റ്റംബർ ടു ജൂലൈയിലാണ്. അപ്പോൾ ആ സെപ്റ്റംബറിന് മുന്നേ 4 ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ ടൈം അങ്ങനെയാണെങ്കിലാണ് ആ ഇയറിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇയറിൽ ഇപ്പം നവംബറിലോ ഒക്ടോബറിലോ 4 വയസ്സായ ആ കൊച്ചിന് മിസ്സാവും ആ ഇൻടേക്ക്. അപ്പം ഒരു വർഷം കൂടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് ഈ സെപ്റ്റംബറിന് മുമ്പ് 4 ഇയേഴ്സ് കംപ്ലീറ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് ആ വർഷത്തേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം നേരത്തെ. അപ്പോൾ അതിൻ്റെ ഒരു വർഷം മുന്നേ ആയിരിക്കും ഇത് ലിങ്ക് ഓപ്പൺ ആവുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ അത് ലിങ്ക് ഓപ്പൺ ആയ ജാനുവരി 15 അത് ക്ലോസ് ആവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കൗണ്ടിക്കും ഒരു കൗൺസിൽ ഉണ്ട്, അതിൻ്റെ ലോക്കൽ അതോറിറ്റി അഡ്മിഷൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അയക്കാം. ഈ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പോയാൽ മതി. അതിനകത്ത് അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഞങ്ങളുള്ളത് SX അല്ലെങ്കിൽ ലണ്ടൻ ബറോ, എല്ലാ കൗണ്ടികൾക്കും അതിൻ്റെ അണ്ടറിൽ ആ ഒരു അഡ്മിഷൻസിന്റെ സെഷൻ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പോയിട്ട് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തോട്ടേന്ന് ചോദിച്ചാൽ അവർ പറ്റത്തില്ല, കാരണം ഇതെല്ലാം ത്രൂ കൗൺസിലാണ്. അങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ വാലിഡ് അഡ്രസ് പ്രൂഫ് വേണം. കാരണം അവർക്ക് ജെന്യൂൻ ആയിട്ട് അറിയണം നമ്മളിവിടെ ഈ ലൊക്കാലിറ്റി തന്നെ ആണോ എന്നുള്ളത്. പിന്നെ കാരണം കാഷ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതാണോ നമ്മളുടെ കാഷ്മെന്റ് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവർ തരുന്നത്. അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എനിക്കൊന്ന് പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ താമസിച്ചിട്ട് വേറെ നല്ലൊരു സ്കൂൾ അപ്പുറത്തുണ്ട് അങ്ങോട്ട് പോകാം എന്നുള്ളത് നടക്കില്ല അല്ലേ. അവരുടെ ആ ഒരു കാഷ്മെന്റിൽ വരുന്ന ആ ലോക്കൽ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്ന സ്കൂളിൽ വേണം എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവര് ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എങ്ങനെയാണ് ഇവർക്കൊരു നല്ല സ്കൂൾ ചൂസ് ചെയ്യാൻ പറ്റുക? അങ്ങനെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഓഫ്സ്റ്റർ റിപ്പോർട്ട്സുകളുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്കൂൾസ്. പിന്നെ ഗുഡ്, അത് കഴിഞ്ഞിട്ട് റിക്വയർസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയും അതിനകത്ത്. അപ്പോൾ റിക്വയർസ് ഇംപ്രൂവ്മെന്റ് എന്ന് കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് കുറച്ച് വീക്കറാണ്. അപ്പം നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് വന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണെങ്കിൽ, നമ്മൾ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരിക, ഇവിടെ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മളും അതിൻ്റെ ഏറ്റവും മാക്സിമം കൊടുക്കാനാണ് നമ്മളും നോക്കുള്ളൂ. അപ്പം ഒരു ആവറേജ് നോക്കി ഔട്ട്സ്റ്റാൻഡിങ് കിട്ടിയില്ലെങ്കിലും നമ്മളൊരു ഗുഡ് സ്കൂളിൽ വിടാനായിട്ട് മേക്ക് ഷുവർ ചെയ്യണം എപ്പോഴും. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും ഈ നാട്ടിൽ നിന്ന് കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ സ്കൂളുകളിൽ പ്രധാനമായിട്ടും ഈ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം നമുക്ക്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഓക്സ്ഫോർഡ് ഇവരുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റുമോ? യെസ്, നമുക്ക് ഓക്സ്ഫോർഡ് റിപ്പോർട്ട് ഗുഡ്. അത് എപ്പോഴും സ്കൂളിന്റെ കരിക്കുലം, അവരുടെ വർക്ക്സ്, അവരുടെ വേ ഓഫ് ടീച്ചിങ്, ഇതെല്ലാമാണ് കൂടുതൽ ഓക്സ്ഫോർഡ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്കറിയാലോ പല ബാക്ക്ഗ്രൗണ്ടിലെ പിള്ളേരായിരിക്കും പല ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾഡ് ആയിരിക്കും. അവിടെ ഒരു സേഫ് ഗാർഡിങ് ടീം ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ അവരത് മേക്ക് ഷുവർ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു ബുള്ളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ടീസിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ മേക്ക് ഷുവർ ചെയ്യും. അവർ പിന്നെ ഫൈറ്റ് ഉണ്ടാവരുത് അങ്ങനെയുള്ളൊരു എഗ്രിമെൻറ്റിലാണ് അവർ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂളിൽ. അതെല്ലാ സ്കൂളുകളും കൺസിഡർ ചെയ്യും. പിന്നെ അതല്ലാതെ ഇപ്പോൾ പറഞ്ഞ വീക്കർ റിക്വയർസ് ഇംപ്രൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ സ്റ്റാഫ് സപ്ലൈ കുറവ് വരാം. അപ്പോൾ സ്റ്റാഫിങ് കുറച്ച് കുറയുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടുതൽ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ആദ്യം നല്ല സ്കൂള് നോക്കുക,
പിന്നെ അവർ റിപ്പോർട്ട് നോക്കുക, അതോടൊപ്പം തന്നെ ലോക്കൽ അതോറിറ്റിയുടെ ആ ഏരിയയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്ത് അപ്പൊ നമുക്ക് ഈ സ്കൂളിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? അതെ, ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് കാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിലാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ സെപ്റ്റംബർ ആ ടൈമിൽ തന്നെയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അവർ മാക്സിമം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി 3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ 3 ഓപ്ഷൻസിൽ എവിടെയെങ്കിലും അവർ നമ്മളെ പ്ലേസ് ചെയ്യും. ഇനി ഇൻ കേസ് നമ്മൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻസിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലിടും. എന്നിട്ട് അവർ നമ്മളോട് പറയും മേ ബി ഇന്നത് 6 months അല്ലെങ്കിൽ 1 year. അപ്പം നമുക്ക് ആ ഒരു പ്രയോറിറ്റി അപ്പോഴും അവിടെ ഉണ്ട്, നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ. അൺലെസ് നമ്മൾ പറയുവാണ് നമുക്ക് വേണ്ട, വി ആർ ഹാപ്പി വിത്ത് ദിസ് വൺ, നമുക്ക് കിട്ടിയ ഒരെണ്ണം എന്നാണെങ്കിൽ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം, നമുക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് അപ്പീൽ ചെയ്യാം. നമ്മുടെ വാലിഡ് റീസൺസ് വെച്ചിട്ട് എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പീൽ ചെയ്യാം. അപ്പം നമ്മൾ ചിലപ്പോൾ വിന്നാകും നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ അങ്ങനെ നമുക്ക് ചാൻസസ് ഉണ്ട് അവിടെ തന്നെ കിട്ടാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു, അപ്പൊ കുറച്ചാളും എനിക്ക് തോന്നി ആ സ്കൂള് സത്യം പറഞ്ഞാൽ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല, പല പ്രശ്നങ്ങളുള്ള സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കുട്ടീനെ? അത് ഇപ്പം അതിന് എന്തെങ്കിലും ഇത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടോ, അതോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരു മിഡിൽ ഓഫ് ദ സ്കൂളും മാറ്റാൻ പറ്റുമോ? പക്ഷെ ഒബ്വിയസ്ലി അവിടെ വേറെ പ്രശ്നം വരുമല്ലേ, വേറെ സ്കൂളിലേക്ക് മാറ്റണം, എത്ര സമയം വെയിറ്റ് ചെയ്യണമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ വാലിഡ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാലിഡ് റീസൺസ് ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചിലപ്പം ഒട്ടും പിള്ളേർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന പല ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയാം. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി അറിയാം പിള്ളേർ സ്കൂളിൽ പോവാതെ ഭയങ്കര ഹെസിറ്റൻ്റ് ആയിട്ട് വീട്ടിൽ ഇരിക്കും, പക്ഷെ വേറെ റീസൺസ് പറയും, ഭയങ്കര ബുള്ളിങ്ങും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പാരൻസ് ഒരു ഡിസിഷൻ എടുക്കും നമുക്കിത് വേണ്ട. അപ്പം നമ്മൾ ആ സ്കൂളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം പിന്നെ അവിടുത്തെ ഗവേണിംഗ് ബോഡി ആയിട്ട് നമുക്ക് അവരെല്ലാവരും പാനലായിട്ടൊരു മീറ്റിംഗ് വരും. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നത് എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതിനകത്തുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അവർ കൺസിഡറേറ്റീവ് ആണ് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ. കാരണം നമ്മുടെ കുട്ടി ഒരിക്കലും പോകുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരും ഫോഴ്സ്ഫുള്ളി നമുക്കത് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ട്രൈ ടു മൂവ് അറൗണ്ട്. അവര് അത് ഡെഫിനറ്റ്ലി എടുക്കും. കാരണം ഇപ്പം നമുക്ക് വേറൊരു ചൈൽഡായിട്ട് കോൺസ്റ്റന്റ്ലി പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പാരന്റിനെ വിളിപ്പിക്കും. പിന്നെ നമ്മളത് ഇൻ ഹൗസിൽ ഡിസ്കഷൻ നടക്കും. നോട്ട് ആസ് എ പബ്ലിക്, അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അത് പ്രൈവറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് അവർ ഡീൽ ചെയ്യാം. അത് അവർ മേക്ക് ഷുവർ ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പം നമുക്ക് മാക്സിമം ഇഷ്യൂസ് ഒക്കെ അങ്ങനെ റിസോൾവ് ചെയ്ത് പോകും. അൺലെസ് നമ്മുടെ കൊച്ചിൻ്റെ ഭയങ്കര എന്തെങ്കിലും ADHD അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഭയങ്കര പ്രശ്നം അല്ലെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ സെക്കൻഡറി ആയിട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ ശരിക്കും. തീർച്ചയായിട്ടും. അപ്പം പിന്നെ ഈ ഒരു പ്രോസസ്സ് യൂഷ്വലി എത്ര നാൾ എടുക്കും? നമ്മൾ അഡ്മിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റിസൾട്ട് വരുമോ? ബേസിക്കലി നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ള വെന്റിലേഷൻ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ആപ്ലിക്കേഷൻ ആ ഡെഡ് ലൈനിൽ മുമ്പിലിടാം. എന്നിട്ട് റിസൾട്ട്സ് നമുക്ക് എപ്പോഴും വരുന്ന നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രൈമറി ആണെങ്കിൽ എപ്പോഴും ഏപ്രിലായിരിക്കും കൺഫർമേഷൻ വരുന്നത്, സെക്കൻഡറി ആണെങ്കിൽ മാർച്ചിലായിരിക്കും ആ കൺഫർമേഷൻ വരുന്നത്. അപ്പം നമുക്ക് ആ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും റിസൾട്ട്സ് പുറത്ത് വരും. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ചലഞ്ചിങ്ങോ എന്താണെന്ന് വെച്ചാൽ അപ്പീലോ നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. ഹാപ്പി ആണെങ്കിൽ നമുക്കത് ഗോ ഫോർവേഡ്. അതുപോലെ തന്നെ ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നത്, ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഞാൻ ചെയ്യുമ്പോൾ എന്റെ കുട്ടിക്ക് അഡ്വാൻറ്റേജ് വരുത്താനായിട്ട് എനിക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആസ് എ പേരന്റ് ക്യാൻ ഐ ഡു എനിത്തിങ് ഡിഫറെന്റ് ഫ്രം അതർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സ്കൂള് തന്നെ നമുക്ക് കുറച്ചൊക്കെ പ്രയോറിറ്റീസ് തരുന്നുണ്ട്. ലൈക്ക് ഇപ്പം നമുക്കൊരു സിബ്ലിംഗ് ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്, നമുക്ക് സെയിം സ്കൂളാണെങ്കിൽ നമുക്ക് പ്രിവിലേജ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു പാരന്റ് 2 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എന്ത് റോളിലും വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനിയിപ്പം നമ്മളിപ്പം ചില സ്കൂളുകൾക്ക് റിലീജിയസ് ഫെയ്ത്ത് കൊടുക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്നത്, ഇപ്പം കാത്തലിക് സ്കൂൾസ് അതെ. അപ്പം നമ്മൾ കാത്തലിക് ആണെങ്കിൽ ക്രിസ്ത്യൻ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ യുവർ കാത്തലിക് ഓർ നോട്ട്, ലൈക്ക് ക്രിസ്ത്യൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിപ്പോൾ നമ്മൾ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് അവർ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അവർ നമുക്കത് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കാര്യത്തിലുണ്ട്. അതെ, കാരണം കാത്തലിക്കിസം അവരെങ്ങനെ ക്രിസ്ത്യാനിറ്റി തന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലീജിയസ് സ്റ്റഡി, കാരണം എല്ലാ പിള്ളേർക്കും എല്ലാ പാരന്റ്സിനും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് തന്നെയാണെങ്കിൽ എളുപ്പമുണ്ട്. തീർച്ചയായും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബർമിംഗ്ഹാമിലൊക്കെ തന്നെ ചില ഏരിയകളിൽ മുസ്ലിം ബ്രാഡ്ഫോർഡിലൊക്കെ ഈ മുസ്ലിം സ്കൂൾ തന്നെ ഉണ്ട് അല്ലേ, റിലീജിയസ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തായാലും അതൊരു വേറെ സബ്ജക്റ്റ് ആണ്. എനിവേ വളരെ നോളജബിൾ ആയിട്ടുള്ള, പുതുതായിട്ട് എനിക്ക് തന്നെ ഈ ഒരു മേഖലയിൽ അധികം കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ വളരെ നോളജബിൾ ആയിട്ട് വളരെ കൃത്യതയോടെ
ഇത്തരം ഒരാളൊരു കാര്യം പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കേട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. ലെറ്റ്സ് സ്റ്റേ ട്യൂൺഡ്.